പുസ്തകം എടുത്ത് വന്നു ഗൈസ്. പക്ഷെ നല്ല തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ദിവസത്തെ പുസ്തക അടച്ചുപൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് പുസ്തകം എടുക്കുന്ന ദിവസമാണ് കേട്ടോ. പിന്നെ നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എങ്ങനെയാണ് പോകുന്നതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ശിവന്റെ അമ്പലത്തിലായിരുന്നു കേട്ടോ പുസ്തകമൊക്കെ പൂജയ്ക്ക് വെച്ചിട്ടാണ്. ഞാൻ എൻ്റെ ചിലങ്കിയും ആമിയും ചിലങ്കിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ തൊഴുത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇവിടെ നാഗങ്ങൾക്ക് നാവൂറ് പാടിക്കുന്ന ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വന്ന് തൊഴുത് ഓരോരുത്തരുടെ പേരും നാളൊക്കെ പറഞ്ഞ് നാവൂറ് പാടിക്കില്ലേ, അങ്ങനത്തെ ദിവസമായിരുന്നു കേട്ടോ. പുസ്തകം എടുത്ത് വന്നു ഗൈസ്. പക്ഷെ നല്ല തിരക്കുള്ള ദിവസം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള ഞങ്ങളുടെ തറവാട്ടമ്പലത്തിൽ നാവൂറ് പാടിക്കുന്ന ദിവസമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവിടെയും പൂജ ഉണ്ടായിരുന്നു. ഈ പാട്ട് ക്ലാസ്സിൽ പോകണം, ഡാൻസ് ക്ലാസ്സിൽ പോകണം. വീട്ടിൽ പുസ്തകമൊക്കെ വെച്ച് 2-3 വരിയൊക്കെ ഒന്ന് വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മ്യൂസിക് ക്ലാസ്സിലേക്കാണ് കേട്ടോ ഇറങ്ങിയത്. ആമി മ്യൂസിക് പഠിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡിൻ്റെ അവിടെയുള്ള നവഗ്രഹങ്ങളുടെ അമ്പലം ഉണ്ടല്ലോ, അവിടുത്തെ ചിന്മയ മിഷനിലാണ് കേട്ടോ പഠിക്കുന്നത്. ഇപ്രാവശ്യം ആദ്യം ഒരിക്കൽ ജോയിൻ ചെയ്തതാണ്, വീണ്ടും ആദ്യം റീജോയിൻ ചെയ്യിക്കുകയാണ് കേട്ടോ. അവന് ഒരു ആക്ടിവിറ്റിയിലും പോവാണ്ടിരിക്കുക. നന്നായി പാട്ട് പാടും, പക്ഷെ മടി, അത് അവനെ ബാക്കിലോട്ട് വലിക്കുക. പക്ഷെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേന്ന് കരുതിയിട്ട് ഞാൻ അവനെ വീണ്ടും അവിടെ കൊണ്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. സന്ധ്യ ടീച്ചർ എടുത്ത് ഇപ്പോൾ ആമി, ആദി, മിന്നു, കുഞ്ഞി, അങ്ങനെ 5 ചേച്ചി, അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കും പാട്ട് പഠിക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമയക്കുറവ് മൂലം ഇനി അതിനും കൂടെ പോയി ചേട്ടൻ എന്നെ വീട്ടിൽ നിന്ന് ഓടിക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. പക്ഷെ ഞാൻ ഭാവിയിൽ ചേരും ഗൈസ്, എനിക്ക് കുറച്ചും കൂടി സമയം കിട്ടട്ടെ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ഇനി ഡാൻസ് ക്ലാസ്സിൽ പോകണം കേട്ടോ. അപ്പോൾ ക്ലാസ് ചലങ്കല് വൈകിയാനെ വിളിക്കണ്ടേ? ഞാൻ അവിടെ എത്താറാകുമ്പോ പറയാം. വൈകിയാരെടുത്ത് ആ വഴി വിളിക്കാം.
അപ്പോൾ അതായിരുന്നു കേട്ടോ ഡാൻസ് ക്ലാസ്സിലെ വിശേഷങ്ങൾ. ഞങ്ങൾ അതിന് ശേഷം വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ആമിയുടെ സ്കൂളിലേക്കാണ് കേട്ടോ. അപ്പോൾ ആമി കലോത്സവത്തിന് അവർ പഠിക്കുന്ന ഇത് ഒന്ന് തുടങ്ങി വെക്കാമെന്ന് പറഞ്ഞിട്ട് സാൻസ്ക്രിറ്റിൻ്റെ ഗ്രൂപ്പ് സോങ് മാഷ് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയി പിള്ളേരെല്ലാവരും വീണ്ടും സരിഗമയൊക്കെ ഒന്ന് പാടി നോക്കി. അതിൻ്റെ പ്രാക്ടീസ് ശരിക്കും ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ. അവർ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ശരിയായ രീതിയിലുള്ള പ്രാക്ടീസ് ഇപ്പോൾ തുടങ്ങുന്നുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ പ്രാക്ടീസ് ചെയ്ത്, ഞാനാണെങ്കിൽ ആമിയുടെ പാട്ട് ഇതുവരെയായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നില്ല അവിടെ. അപ്പോൾ കുറച്ച് നേരം ഞാൻ അവിടെ ഇരുന്ന് ഒരു പാട്ടൊക്കെ കേട്ടിട്ടാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ നേരെ പിന്നെ ഷോപ്പിലേക്ക് പോവുക ചെയ്തേ. ഉപജില്ലാ കലോത്സവങ്ങളൊക്കെ തുടങ്ങാറായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർ പ്രാക്ടീസൊക്കെ കുറച്ചും കൂടി ഉഷാറാക്കാനായിട്ടാണ്. ഗ്രൂപ്പ് സോങ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ക്ലാസിക്കൽ ബേസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ രീതിയിലുള്ള പ്രാക്ടീസാണ് കേട്ടോ അവിടെ നടക്കുന്നത്. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് അവരെ പാട്ടൊക്കെ കേട്ട് പിന്നെ അവർക്ക് കുറച്ചധികം നേരം പ്രാക്ടീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരെ കടയിലേക്ക് പോവാണ് ചെയ്തത്. ചേട്ടൻ ഫുഡ് കൊണ്ടുപോയിണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ എനിക്കുള്ള ഫുഡ് ഞാൻ കയ്യിൽ കരുതുക ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കടയിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ അവളെ വിളിക്കേണ്ട സമയം 2 മണി എപ്പോഴാണ് വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ 2 മണിയായപ്പോൾ വീണ്ടും സ്കൂളിൽ പോയി അവളവിടെ നിന്ന് പിക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് വരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വരുന്ന വഴിക്ക് പിള്ളേരൊന്നും ചിലവരൊന്നും ഫുഡ് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുവിധം എല്ലാവരും കാലത്തെ പുസ്തകം എടുത്ത് അമ്പലത്തിൽ നിന്നൊക്കെയാണല്ലോ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെ അശ്വതി ഒന്നും തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെ അശ്വതിയുടെ അമ്മയും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്നിട്ട് വരുന്ന വഴിക്ക് ഒരു ലൈമൊക്കെ കുടിക്കാൻ കയറി, ലൈം ജ്യൂസൊക്കെ കുടിച്ച് നേരെ ഞാൻ കട്ടിൽ പോയി കിടന്നു വിട്ട്. വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാലത്ത് തുടങ്ങിയ ഓട്ടമാണ്. കാലത്ത് തന്നെ വീട്ടിലെ പണികളുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കറി ഉണ്ടാക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടാണല്ലോ പോയത്. ഞാൻ വേഗം കുറച്ച് നേരം ഒന്ന് എന്താ പറയുക പവർ നാപ്പ് എടുക്കാമെന്ന് പറയാനാണ് കുറച്ച് നേരം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് പിന്നെ വീണ്ടും എഴുന്നേറ്റു കേട്ടോ. പിറ്റേ ദിവസം സ്കൂളുണ്ടല്ലോ. കുറേ ദിവസത്തെ ഒരു മുടക്കിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പോകുന്നത്. ഇപ്പോൾ 2 ദിവസം അടച്ചുപൂജ ഉള്ളതുകൊണ്ട് തന്നെ ലോങ് വെക്കേഷൻ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞാൻ യൂണിഫോമൊക്കെ തേച്ച് സെറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. കാരണം എല്ലാ യൂണിഫോമും ഒരുമിച്ച് തേക്കാൻ നല്ലത്. അല്ലെങ്കിൽ ഓരോ ദിവസം യൂണിഫോം തേക്കാൻ നിന്നാൽ അതൊരു വലിയ പണിയാണ്. ഞാൻ കഴുകിയുള്ള എല്ലാ യൂണിഫോമും കൂടെ ഒരുമിച്ച് തേച്ച് അവിടെ ഹാങ്ങറിൽ ഇവരൊരു കബേർഡ് ഉണ്ട്, അതിൽ ഞാൻ കൊളുത്തിയിടാണ് കേട്ടോ ചെയ്യാറ്. ഇത് ആമിയുടെ യൂണിഫോമാണ് കേട്ടോ. അവരുടെ ഒരു സിഗ്നേച്ചർ ബ്ലൂ ആണിത്. ഞാൻ സെൻറ്റ് ക്ലേസിലാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ യൂണിഫോമിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഗ്രീൻ ആയിരുന്നു. പണ്ട് സ്കേർട്ടും ഷർട്ടും ആയിരുന്നു. ഇപ്പം അതൊക്കെ മാറി. ഇപ്പം പാൻറ്റും ഷർട്ട് അല്ലെങ്കിൽ കോട്ടൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇവർക്ക് കോട്ടൊന്നുമില്ല. കോട്ട് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഷർട്ട്. കാരണം എന്താ വെച്ചാൽ കോളറിനും സ്ലീവിനും അവർ വൈറ്റ് കൊടുത്തിട്ട് ബോഡി പാർട്ട് ഒരു ഇല്യൂഷൻ കൊടുക്കുന്ന പോലെ ബ്ലൂ കൊടുത്തേക്കാം. അപ്പോൾ ഒരു കോട്ടിൻ്റെ ഫീല് വരും. എന്നാൽ കോട്ടല്ലാതെ ഷർട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ആമിയുടെ ഒക്കെ ഒരു യൂണിഫോമിൻ്റെ കഥ വരുന്നത്. ബുധനാഴ്ച മാത്രമാണ് അവർക്ക് സ്കേർട്ടും ഷർട്ടും വരുന്നത്. അതൊരു
പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഷഞ്ജുനിയും സനുവും പിള്ളേരൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സനു പോവാറായി ഗൈസ്. ഇത്രയും പെട്ടെന്നാണ് ഒരു മാസം പോയെന്ന് അറിഞ്ഞൂടാ. സനു വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിലൊരു കറക്കവും കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു കേട്ടോ. ഇപ്പോൾ പോണ്ടിച്ചേരി ട്രിപ്പ് പോയതായാലും ഓണായാലും ഒന്നും കൂടി കളർഫുള്ളായിട്ട് തോന്നിയായിരുന്നു. അതുകൊണ്ട് പോവാന്ന് പറയുമ്പോൾ ഒരു വിഷമം എവിടേക്ക്. എനിക്ക് അല്ലെങ്കിലും ആൾക്കാർ തിരിച്ചു പോകാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്തോ പിള്ളേരൊക്കെ ആയി ഉള്ളതുകൊണ്ട് ഒരു എന്താ പറയുക, സനുവിനും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജീവിക്കണ്ടേ അല്ലേ. അങ്ങനെ പിന്നെ സനുവൊക്കെ പോവാറായി എന്ന് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസം സനു ഇപ്പോൾ ഫ്ലൈറ്റിലായിരിക്കും. അങ്ങനെ ഞങ്ങളൊരു റീലൊക്കെ എടുത്തിട്ട് കുറേ ദിവസമായി ഞങ്ങളെല്ലാവരും കൂടെ റീലൊക്കെ എടുത്തിട്ട് എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരിയിലത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ അടുത്ത്. പക്ഷെ അത് ഇപ്പോൾ എടുത്തുള്ളതൊന്നല്ല, കുറച്ച് ദിവസമായിട്ടുണ്ട്. പിന്നെ ഈ വീണ്ടും ഒന്ന് ട്രാക്കിലോട്ട് വരണം, വീഡിയോസൊക്കെ ഒന്നും കൂടി ഉഷാറായിട്ട് എടുക്കണം, ഡാൻസ് വീഡിയോസ്. പക്ഷെ ഞാൻ മുന്നേ എടുത്ത് വെച്ച ഓരോ വീഡിയോസാണ് കേട്ടോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം ഞങ്ങളിപ്പോൾ മറ്റേ വീട്ടിൽ കൊഞ്ച നേരം അങ്ങനെ റീലൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറാൻ മടിയായിട്ട് വീട്ടിലിട്ട സ്കേർട്ടിൻ്റെ മുകളിൽ വേറെ ഒരു ടോപ്പ് എടുത്തിട്ടിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാതിരിക്കണത്. ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ ഇനി ഡ്രസ്സ് മാറാനായിട്ട്. പക്ഷേ ഈ റീല് നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ, നല്ല പാട്ടും നല്ല സ്റ്റെപ്പുകളായിട്ട് എനിക്ക് തോന്നിയിട്ടാണ്. ഭയങ്കര സിമ്പിളല്ലേ കളിക്കാനുമായിട്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞും മിന്നൊക്കെ വരുമ്പോൾ ഇത് എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ സാഹചര്യം ഒത്തു വന്നപ്പോൾ അങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ അത്ര എന്തോ ആയിട്ടുണ്ടായിരുന്നേ. ആമിക്കാണെങ്കിൽ ഉറക്കം വന്ന് ആമി കോട്ടുവായിട്ട് ഇട്ടിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അവർ 11 മണിയെങ്കിൽ ആവാറായിട്ടാണ് കേട്ടോ പോയത്. ഞാൻ പറഞ്ഞ പോലെ സനു പോവാറായതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ട് ഫ്ലോ വരുന്നില്ല വർത്താനത്തിൽ. അത് സനുവിനായാലും പോവാറായ ദിവസങ്ങളിൽ സനു കുറച്ചൊരു മൂഡ് ഓഫ് പോലെയാണ് കേട്ടോ ആള്. അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ അവരിറങ്ങാറായിട്ടോ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ കുറച്ച് പണികളും ബാക്കി ഉണ്ടായിരുന്നേ. നാളെ വർക്കിംഗ് ഡേ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. എങ്ങനെയായാലും ചോറ് തിളപ്പിച്ച് ഊറ്റാൻ ചോറ് തിളപ്പിച്ച് ഊറ്റാനല്ല, ചോറ് വെക്കണം റൈസ് കുക്കറിലേക്ക്. അങ്ങനെ കുറച്ച് പണികളും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇറയത്ത് നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് പിന്നെ അവർ പോയി കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു വിദ്യാരംഭത്തിൻ്റെ ദിവസം ഇത്രേ ഉണ്ടായുള്ളൂ. ഇത്രയെന്ന് പറയുമ്പോൾ വീഡിയോ എടുത്തത് ഞാൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ മൊത്തത്തിലൊരു ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.